ഹലോ ഫ്രണ്ട്സ്, ശ്രീഷാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് വളരെ സിമ്പിൾ ടേസ്റ്റിയുമായിട്ടുള്ള സുഖിയൻ തയ്യാറാക്കിയാലോ. അതിനായി ഞാനിവിടെ 2 വലിയ പീസ് ശർക്കര എടുത്തിട്ടുണ്ട്. അത് നന്നായി പൊടിച്ചെടുക്കണം. പിന്നെ ഒരു അരമുറി തേങ്ങ ചിരകിയതും. ഇനി നമുക്കൊരു കുക്കറിലേക്ക് ചെറുപയർ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 150 ഗ്രാം ചെറുപയറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഞാൻ കുതിർത്തെടുത്തിട്ടുള്ള ചെറുപയറാണ്. കുതിർത്തെടുത്ത് ചെയ്യുമ്പോഴായിരിക്കും പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവുക ഈ സുഖിയന്. ഇത് 2 വിസിൽ വരുന്നവരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഒരു 1/4 കപ്പ് വെള്ളവും ഒഴിച്ച് 2 വിസിൽ വരുന്നവരെ നമുക്കിത് വേവിച്ചെടുക്കാം. വെന്ത് കിട്ടിയതിന് ശേഷം നമുക്കിത് ഒരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം. ചെറുപയറൊക്കെ ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്കിതൊരു മറ്റൊരു പാത്രത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നേരത്തെ ചിരകിയ തേങ്ങയും പൊടിച്ചു വെച്ച ശർക്കരയും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ ഈ 1/4 ടീസ്പൂൺ നല്ല ജീരകം പൊടിച്ചതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്കിതൊന്ന് ശർക്കര ഒന്ന് മെൽറ്റായി കിട്ടുന്നത് വരെ നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. മധുരം ഒന്ന് ബാലൻസ് ചെയ്ത് കിട്ടാൻ വേണ്ടിയാണ് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. ഉപ്പും ചേർത്ത് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്കിത് ശർക്കര ഒന്ന് മെൽറ്റായി കിട്ടുന്നത് വരെ നമുക്കിതൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ശർക്കരയും തേങ്ങയും ഒക്കെ നന്നായി ഒന്ന് മെൽറ്റായി കിട്ടിയിട്ട് ഇനി അതിലേക്ക് നമുക്ക് അല്പം ഏലക്കപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് ടൈറ്റായി വരുന്ന സമയത്ത് നമുക്കിത് പാനിൽ നിന്ന് എടുത്ത് മാറ്റാം. ഇത് നന്നായി തണുത്തതിന് ശേഷം നമുക്ക് ഓരോ ഉരുളകളാക്കി ഇത് മാറ്റിയെടുക്കാം. ഞാനിവിടെ ഉരുളകളാക്കി എടുത്തിട്ടുണ്ട്. ചെറുപയറൊക്കെ ഉരുളകളാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിന് വേണ്ടി ഒരു മാവ് തയ്യാറാക്കി എടുക്കാം. അതിനായി ഞാനിവിടെ ഒരു ഗ്ലാസ് മൈദപ്പൊടി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓപ്ഷനിലാണ്, വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇതിലേക്ക് ഒരു ഇത്തിരി ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്ത് 1/4 കപ്പ് വെള്ളവും ഒഴിച്ച് മാവ് തയ്യാറാക്കി എടുക്കാം. മാവൊക്കെ തയ്യാറാക്കി ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ ഉരുളകളാക്കി വെച്ച് ചെറുപയർ ചേർത്ത് കൊടുക്കാം. മാവ് അധികം ലൂസാവാതെയും അത് കൂടുതൽ ടൈറ്റ് മാവാതെ വേണം നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ. ഇനി ഇത് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് ഓരോന്ന് നമുക്ക് വറുത്ത് കോരിയെടുക്കാം. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. ഇനി നമുക്ക് എല്ലാ ഉരുളകളും ഇതുപോലെ വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ സുഖിയൻ ഇവിടെ തയ്യാറായി കിട്ടിയിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും എൻ്റെ പേജ് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.